മലപ്പുറം പള്ളിക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതി അംഗവുമായ കരിപ്പൂർ വളപ്പിൽ വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ജമാലിനെ 35 പീഡനക്കേസിൽ തേഞ്ഞിപ്പലം പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി കാക്കഞ്ചേരിയിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ്. തിങ്കളാഴ്ചയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. ജമാൽ പഞ്ചായത്ത് അംഗത്വം സ്വയം രാജിവെക്കണമെന്നും തയ്യാറില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് ഡയറക്ടറോ അദ്ദേഹത്തെ പുറത്താക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. എന്നാൽ ലഹരി മാഫിയയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് ജമാലിനെ കേസിൽ കുരുക്കി വേട്ടയാടുന്നതെന്നും രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. സംസ്ഥാനത്തെ പ്രമുഖനായ യുവനേതാവിനെതിരെ വെളിപ്പെടുത്തലുമായി യുവനടി റിനി ആൻഡ് ജോർജ് രംഗത്തെത്തി. നിരവധി തവണ അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും ശരിയല്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും തുടർന്നുവെന്നും അശ്ലീല സന്ദേശം അയക്കുന്നത് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയ് എന്നായിരുന്നു യുവനേതാവിന്റെ പ്രതികരണമെന്നും യുവനടി പറഞ്ഞു. യുവനേതാവിന് സംരക്ഷണ വലയമുണ്ടെന്നും ഇത്തരക്കാരെ വലിയ സ്ഥാനങ്ങളിൽ എത്തിക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും സ്ഥാനങ്ങളിൽ എത്തിക്കരുതെന്ന് മാത്രം പറയുകയാണെന്നും റിനി പറഞ്ഞു. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള യുവനേതാവാണെന്ന് നടി പറഞ്ഞെങ്കിലും യുവനേതാവിന്റെ പേര് വെളിപ്പെടുത്താൻ നടി തയ്യാറായില്ല. നടി റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. സംഘർഷമുണ്ടായതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു. മാർച്ചിൽ പങ്കെടുത്ത C. കൃഷ്ണകുമാറിനെയും പോലീസ് തടഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയും രാജി ആവശ്യപ്പെട്ടുമാണ് മാർച്ച്. യുവനടിയുടെ ആരോപണം ആർക്കെതിരെയാണെന്ന് അരിഹാരം കഴിക്കുന്ന ആർക്കും അറിയാമെന്ന് BJP നേതാവ് C. കൃഷ്ണകുമാർ. നേരത്തെ ഒരു ആരോപണം വന്നപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞത് ഏത് യുവനേതാവാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും ആ യുവനടി വളരെ വ്യക്തമായി ഇതുതന്നെ പറഞ്ഞല്ലോ എന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ട് MLA ഓഫീസിലേക്ക് രാത്രി BJP നടത്തിയ മാർച്ചിന് ശേഷം സംസാരിക്കുകയായിരുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻപും ആരോപണമുണ്ടായിട്ടുണ്ടെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. വിശദമായി അന്വേഷിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം അറിയാം ആരോപണം ആർക്കെതിരെയാണെന്ന് അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നും പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു. കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം. തിരുവനന്തപുരത്ത് ഇന്ന് വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്ത് 14-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള 99% ആളുകൾ ഡിജിറ്റൽ സാക്ഷരത നേടിയെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. അതേസമയം ഡിജി കേരളം പദ്ധതിയുടെ പ്രവർത്തനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കുകളാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വിവാദ ഭരണഘടനാ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിൽ JPC റിപ്പോർട്ട് സമർപ്പിക്കും. കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷം ബില്ലിന്റെ പകർപ്പ് കീറിയെറിയുകയും ബില്ലിന്മേൽ അതിരൂക്ഷമ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുകയാണ് ഈ ബില്ലിലൂടെ BJP ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം. ലോക്സഭയിൽ വിവാദ ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതിനിടെ കൊമ്പുകോർത്ത KC വേണുഗോപാലും ആഭ്യന്തരമന്ത്രി അമിത്ഷായും 5 കൊല്ലമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ഏത് മന്ത്രിയെയും നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ നൈതികതയെ ചൊല്ലിയാണ് വാക്പോരുണ്ടായത്. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ളതാണ് ഈ ബില്ലെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. എന്നാൽ രാഷ്ട്രീയത്തിൽ നൈതികത കൊണ്ടുവരാനാണ് ഈ ബില്ലെന്നാണ് BJP നേതാക്കളുടെ പക്ഷം. ഏതെങ്കിലും കേസിൽപ്പെട്ട 1 മാസത്തിലധികം അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ ഗവർണർമാർക്ക് അധികാരം നൽകുന്ന ബില്ലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. BJP ഇതര സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടാനുള്ള പുതിയ കുതന്ത്രമാണ് സംഘപരിവാർ പ്രയോഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചു നടത്തുന്ന പകപോക്കൽ വേട്ടയാടൽ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബില്ലിൽ നിലപാട് തിരുത്തി ശശി തരൂർ MP അനുചരിച്ചു. ബില്ലിലെ വ്യവസ്ഥകളോട് എതിർപ്പെന്ന് ശശി തരൂർ പറഞ്ഞു. അയോഗ്യരാക്കാൻ കുറ്റം തെളിയണമെന്നും നേരത്തെ പറഞ്ഞത് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും തരൂർ ചൂണ്ടിക്കാണിച്ചു. ബില്ലിൽ തനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് ശശി തരൂർ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത്. ഓണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും 4 കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 24,77,337 കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. അരി സ്കൂളുകളിൽ നേരിട്ടെത്തിച്ചു നൽകുന്നതിനുള്ള ചുമതല സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുണ്ട്.
സംസ്ഥാന സ്കൂൾ കായികമേളയിലും ഇനി സ്വർണ്ണക്കപ്പ്. സംസ്ഥാന സ്കൂൾ കലോത്സവ മാതൃകയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ജില്ലയ്ക്കാണ് സ്വർണ്ണക്കപ്പ് സമ്മാനിക്കുക. സ്കൂൾ ഒളിമ്പിക് സംഘാടക സമിതി യോഗത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം. സ്വർണ്ണക്കപ്പിന്റെ രൂപകൽപ്പനയിൽ ഉടൻ തീരുമാനമുണ്ടാകും. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞു ഹൈക്കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കൂടുതൽ രേഖകൾ ഹാജരാക്കണമെങ്കിൽ തിങ്കളാഴ്ച വരെ സമയം നൽകാമെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ ഇന്ന് കേസ് പരിഗണിക്കുന്നതുവരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതുവരെ വേടന്റെ അറസ്റ്റ് തടയുന്നുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. വിദ്യാർത്ഥി സംഘടനയായ MSFനെതിരെ രൂക്ഷ വിമർശനവുമായി KSU നേതാവ്. MSF മതസംഘടന തന്നെയാണെന്നും മുഖം മറച്ച് ക്യാമ്പസിൽ മതം പറഞ്ഞ് വിദ്യാർത്ഥി സമൂഹത്തെ വേർതിരിക്കുന്നവരാണെന്നും KSU കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുബാസ് CH ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. 21ാം നൂറ്റാണ്ടിലും നേരം വിളിക്കാത്ത MSF സ്വയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ചവട്ടുകുട്ടിയിലേക്ക് നിങ്ങൾ എറിയപ്പെടുന്ന കാലം അതിവിദൂരമല്ലെന്നും മുബാസ് വ്യക്തമാക്കി. കേരളത്തിലും തമിഴ്നാട്ടിലും നടക്കുന്ന അതിക്രമമേരം ഈ ലേലത്തിനെതിരെ മുന്നറിയിപ്പുമായി സ്പൈസസ് ബോർഡ്. അംഗീകൃത ലൈസൻസ് ഇല്ലാത്ത ആളുകളും സ്ഥാപനങ്ങളും നടക്കുന്ന ഇത്തരം ലേലങ്ങൾ അനധികൃതമാണെന്നും ഇതിനെതിരെ ശക്തമായി നടപടി സ്വീകരിക്കുമെന്നും സ്പൈസസ് ബോർഡ് വ്യക്തമാക്കി. പറവൂർ കോട്ടുവള്ളിയിൽ പലിശയ്ക്ക് പണം കടം കൊടുത്തവരുടെ ഭീഷണിയോടെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വീട്ടമ്മ സംബന്ധിച്ച ആത്മഹത്യ പ്രേരണയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. പുഴയിൽ ചാടി മരിച്ച ആശയുടെ ആത്മഹത്യക്കുറിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിട്ടേൽ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ, ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെ നടപടി. ആശയും ബിന്ദുവും തമ്മിൽ നടത്തിയ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടും അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് വീഴ്ച ആരോപിച്ച് ആശയുടെ കുടുംബം രംഗത്തെത്തി. എറണാകുളം പറവൂർ കോട്ടുവള്ളിയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായ പോലീസുകാരന്റെ മൂത്ത മകൾ കസ്റ്റഡിയിൽ. ഏറെ നേരം നീണ്ടുനിന്ന നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. സർക്കാർ ഉദ്യോഗസ്ഥയായ മകൾക്ക് കേസുമായി ബന്ധമില്ലെന്നും അകാരണമായി ഇവരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നും ഇവരുടെ അഭിഭാഷകർ പോലീസിനെ തടഞ്ഞു. ആശയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതി ചേർക്കപ്പെട്ട പ്രദീപും ബിന്ദുവും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. പ്രദീപിന്റെയും ബിന്ദുവിന്റെയും ഒപ്പം മകൾ കഴിഞ്ഞ ദിവസം ആശയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയതായി ആരോപണമുയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മകളെ കൂടി കസ്റ്റഡിയിലെടുത്ത് പ്രതി ചേർക്കാൻ പോലീസ് തീരുമാനിച്ചു. പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ അപകീർത്തി കേസിൽ സിസ്റ്റർ അഭയയുടെ മാതാപിതാക്കളുടെ അഭിഭാഷകനായിരുന്ന AX വർഗീസ് ഉൾപ്പെടെ 3 പേർക്ക് 6 മാസത്തെ തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി. കലാകൗമുദി പത്രാധിപർ M സുകുമാരൻ, മാധ്യമപ്രവർത്തകൻ PM ബിനുകുമാർ എന്നിവരാണ് കേസിലെ മറ്റ് 2 പ്രതികൾ. തൃപ്പൂണിത്തുറ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയാണിത്. 2010 കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച MX വർഗീസിന്റെ അഭിമുഖത്തിലാണ് കേസിനാസ്പദമായ പരാമർശങ്ങൾ. പട്ടികവർഗ്ഗക്കാർക്ക് 1000 രൂപ വീതം ഓണസമ്മാനം നൽകാൻ ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ 52,86,864 പട്ടികവർഗ്ഗക്കാർക്കായിരിക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായിരുന്ന CPM നേതാവിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ നേതാക്കളെ തിരിച്ചെടുത്തു. മുൻ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, UDF നിയോജക മണ്ഡലം ചെയർമാൻ രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റ് P പ്രമോദ് കുമാർ, പെരിയ സഹകരണ ബാങ്ക് പ്രസിഡന്റ് T രാമകൃഷ്ണൻ എന്നിവരുടെ നടപടി പിൻവലിച്ചു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് ഈ മാലിന്യ പ്രശ്നത്തിന് ശാസ്ത്രീയമായ പരിഹാരം ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ പദ്ധതി വൻ വിജയം. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ 1 മാസം മുൻപ് ആരംഭിച്ച ഈ മാലിന്യ ശേഖരണ പദ്ധതിയിലൂടെ ഇതുവരെ ശേഖരിച്ചത് 33,945 കിലോ മാലിന്യം. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ക്ലീൻ കേരള കമ്പനി, ശുചിത്വ മിഷൻ, കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി പദത്തിനാക്കുന്നത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ചങ്ങനാശ്ശേരി SB കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. ചങ്ങനാശ്ശേരി SB കോളേജിലെ KSUവിന്റെ തോൽവിക്ക് പിന്നാലെ ചങ്ങനാശ്ശേരിയിൽ KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. വെഞ്ഞാറമൂട് സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് അരികടത്താൻ ശ്രമിച്ച സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ 3 പേർക്കെതിരെ വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്തു. ഗോഡൌൺ ഇൻചാർജ് കുമ്മിൽ സ്വദേശി അൻഷാദ്, ഗോഡൌൺ അസിസ്റ്റന്റ് ധർമ്മേന്ദ്രൻ, പിക്കപ്പ് വാൻ ഡ്രൈവർ എന്നിവർക്കെതിരെയാണ് കേസ്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് സംഭവം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സപ്ലൈകോയുടെ NFSI സബ് ഡിപ്പോയിൽ നിന്നും 72 ചാക്ക് റേഷനറി കടത്തുന്നതിനിടെ നാട്ടുകാരാണ് ഇവരെ പിടികൂടി പോലീസിലേൽപ്പിച്ചത്. സംശയാസ്പദമായ രീതിയിൽ ഗോഡൌണിൽ നിന്നും അരി മറ്റൊരു വാഹനത്തിലേക്ക് കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തതോടെ ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി. തുടർന്ന് വണ്ടിയിലുണ്ടായിരുന്ന മറ്റൊരാളെ നാട്ടുകാർ തടഞ്ഞുവെച്ച ശേഷം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. 72 ചാക്കാരിയാണ് കടത്താൻ ശ്രമിച്ചത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് സഹായവുമായി ലുലു ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 കോടി രൂപ കൈമാറി. ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് പണം കൈമാറിയത്. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി നേരത്തെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ 5 കോടി രൂപ കൈമാറിയിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഈ തുക കൈമാറിയത്. ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് 50 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് യൂസഫലി പ്രഖ്യാപിച്ചിരുന്നു. വയനാട് ടൗൺഷിപ്പ് എന്ന നിലയിലാണ് ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് സർക്കാർ 3,51,487 കോടി 37,778 രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു.
കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടറിലാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. ഇതിനായി മാർച്ച് 27-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ശിലയിട്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 6 മാസത്തിനകം ടൗൺഷിപ്പ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഓരോ കുടുംബത്തിനും 7 സെന്റിൽ 1000 ചതുരശ്ര വിസ്തീർണമുള്ള വീടാണ് നിർമ്മിക്കുന്നത്. ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ, മൾട്ടിപർപ്പസ് ഹാൾ, ലൈബ്രറി എന്നിവയുൾപ്പെടെയാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് മാസം 10,000 രൂപ പലിശ ഈടാക്കി 10 ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ ബിന്ദു പ്രദീപിന്റെയും ഭർത്താവ് പ്രദീപ് കുമാറിന്റെയും വരുമാനമെന്ത്? കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഈ പണം കൊണ്ട് ആശാ ബെന്നി എന്തു ചെയ്തു? വരപ്പുഴ കോട്ടുവള്ളി സൗത്ത് റേഷൻ കടയ്ക്ക് സമീപം പുളിക്കത്തറ വീട്ടിൽ ആശാ ബെന്നിയെ ചൊവ്വാഴ്ച വൈകിട്ട് കോട്ടുവള്ളി പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താനുള്ളത് പണം വന്നതും പോയതുമായ വഴികൾ. ആശയുടെ മൃതദേഹം ബുധനാഴ്ച വൈകിട്ട് സംസ്കരിച്ചു. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10-അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയ മുൻ പോലീസുകാരൻ കൂടിയായ പ്രദീപിന്റെയും ഭാര്യയും കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള ആദ്യ കടമ്പ. ഭർത്താവും മകനും അടക്കം വീട്ടുകാരൊന്നും പ്രദീപും ബിന്ദുവുമായുള്ള പണമിടപാട് അറിഞ്ഞിരുന്നില്ല എന്നാണ് ആശയുടെ ആത്മഹത്യാക്കുറിപ്പ് വ്യക്തമാക്കുന്നത്. താൻ വാങ്ങിയ പണവും പലിശയും എല്ലാം തിരികെ നൽകിയിട്ടും വീണ്ടും 22 ലക്ഷം രൂപ കൂടി നൽകാനുണ്ടെന്ന് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് നൽകണമെന്ന് പ്രദീപും ബിന്ദുവും ഭീഷണിപ്പെടുത്തിയതായി ആശയെ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 കടമുറികളുള്ള ആശയുടെ കുടുംബം 2 എണ്ണം വാടകയ്ക്ക് നൽകി ഒരെണ്ണത്തിൽ പലചരക്ക് വ്യാപാരവും മറ്റും നടത്തുന്നുവെന്നും ഈ കട വിപുലീകരിക്കാനാണ് പണം കടം വാങ്ങിയതെന്നുമാണ് തുടക്കത്തിൽ പുറത്തുവന്ന വിവരം. എന്നാൽ 2022 മുതൽ ഇത്രയധികം പണം ഇതിനായി ചിലമുട്ടോ എന്നത് അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, നാട്ടിലെ മറ്റു പലരിൽ നിന്നും ആശ പണം വാങ്ങിയും ചെയ്തിരുന്നു. ഇവരുടെ പലിശയും മുതലും കൊടുത്തു തീർക്കാനാണിതെന്ന് ആശ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പണം വേറെ ഏതെങ്കിലും വഴിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് പോലീസിന്റെ അന്വേഷണത്തിലെ പ്രധാന കാര്യമാണ്. UPI ഇടപാട് വഴിയും നേരിട്ടുമൊക്കെയാണ് പണമിടപാട് നടന്നിരിക്കുന്നത്. അതിനാൽ ഇതിന്റെ എല്ലാം തെളിവ് കണ്ടെത്തുക എളുപ്പമല്ല. ആശയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധനയും വീട്ടുകാർക്ക് ഇക്കാര്യത്തിൽ അറിയാവുന്ന വിവരങ്ങൾ ശേഖരിക്കുകയുമാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് എറണാകുളം റൂറൽ SP ഹേമലത വ്യക്തമാക്കുകയും ചെയ്തു. ഇതിലേറെ പ്രധാനമാണ് ഇത്രയേറെ പണം പലിശയ്ക്ക് കൊടുക്കാൻ പ്രദീപിനും ബിന്ദുവിനും എങ്ങനെ സാധിച്ചു എന്നത്. ഇവരുടെ പണത്തിന്റെ സ്രോതസ്സാണ് പോലീസ് പരിശോധിക്കുന്നത്. ഒളിവിൽ പോയവരെ കണ്ടെത്തി ചോദ്യം ചെയ്യുന്നത് വഴി ഇക്കാര്യം സാധ്യമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. നാട്ടിലെ അറിയപ്പെടുന്ന വട്ടിപ്പലിശക്കാരുടെ പട്ടികയിൽ ഒന്നും ഉൾപ്പെടാത്തവരാണ് ബിന്ദുവും പ്രദീപും എന്നാണ് പോലീസ് പറയുന്നത്. സ്ഥിരം വട്ടിപ്പലിശക്കാരുടെ മേൽ പോലീസിന്റെ നിരീക്ഷണമുണ്ടെന്നും എന്നാൽ ഇവർ ഇതിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ വലിയ പലിശയ്ക്കാണ് ആശ ഇവരിൽ നിന്നും പണം വാങ്ങിയിരുന്നതെന്നാണ് ആത്മഹത്യാക്കുറിപ്പ് തെളിയിക്കുന്നത്. പ്രദീപും ബിന്ദുവും ആശയെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിരുന്നു എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും വ്യക്തമാണ്. ഈ മാസം 12-നാണ് ബിന്ദുവിൽ നിന്ന് പണം വാങ്ങിയതായും അത് തിരികെ കൊടുത്തതായുമാണ് ആശ പറയുന്നതെന്ന് ഭർത്താവ് ബെന്നി വ്യക്തമാക്കിയിരുന്നു. ഇവരുടെ ഭീഷണി സഹിക്കവയ്യാതെ കൈഞ്ഞിരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആശ ആശുപത്രിയിൽ നിന്നും തിരികെ വന്ന ശേഷവും പ്രദീപും ബിന്ദുവും വീട്ടിലെത്തിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. തുടർന്നാണ് കുടുംബം SP ഓഫീസിൽ പരാതി നൽകിയത്. എന്നാൽ വീണ്ടും വീട്ടിലെത്തിയവർ ഭീഷണിപ്പെടുത്തിയതോടെ ആശ ജീവനൊടുക്കുകയായിരുന്നു. ഔദ്യോഗിക വസതിയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ തനിക്കെതിരായുണ്ടായ ആക്രമണത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. തനിക്ക് നേരെയുണ്ടായ ആക്രമണം ജനങ്ങളെ സേവിക്കാനുള്ള ദൃഢനിശ്ചയത്തിനെതിരായുള്ള ഭീരുത്വപരമായ ശ്രമമായിരുന്നു. ആ ശ്രമങ്ങളൊന്നും തന്നെ തകർക്കിയില്ല എന്നും രേഖ ഗുപ്ത പറഞ്ഞു. ആക്രമണത്തിന് ശേഷമുള്ള തന്റെ ആദ്യ പ്രതികരണത്തിൽ ജനസമ്പർക്ക പരിപാടി തുടരുമെന്നും അവർ വ്യക്തമാക്കി. പൊതുചർച്ചയ്ക്കിടയിലുണ്ടായ ആക്രമണം എനിക്ക് നേരെ മാത്രമായിരുന്നില്ല. ഡൽഹിയെ സേവിക്കാനും പൊതുജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള എന്റെ ദൃഢനിശ്ചയത്തിനെതിരെയുള്ള ഭീരുത്വപരമായ ആക്രമണം കൂടിയായിരുന്നു അത്. ഇനി ഞാൻ മുൻപത്തെക്കാളും കൂടുതൽ ഊർജ്ജത്തോടെ നിങ്ങളോടൊപ്പമുണ്ടാകും. ജനങ്ങളെ കേൾക്കലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലും മുൻപത്തെ പോലെ തന്നെ ഗൗരവത്തോടും പ്രതിബദ്ധതയോടും കൂടി തുടരും. നിങ്ങളുടെ വിശ്വാസവും പിന്തുണയുമാണ് എന്റെ ഏറ്റവും വലിയ ശക്തി, രേഖ ഗുപ്ത എക്സിൽ കുറിച്ചു. സുഖം പ്രാപിച്ചുവെന്നും ഉടൻ ജോലിയിൽ തിരിച്ചെത്തുമെന്നും അവർ വ്യക്തമാക്കി. ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയായ രാജേഷ് സ്ക്രക്രിയയാണ് രേഖ ഗുപ്തയെ ആക്രമിച്ചത്. പരാതി നൽകാനെന്ന ഭ്യാജിയെ അടുത്തെത്തിയതിനു ശേഷമാണ് ഇയാൾ മുഖ്യമന്ത്രിയുടെ കരണത്തിൽ അടിക്കുകയും മുടി പിടിച്ചു വലിക്കുകയും ചെയ്തത്. സംഭവത്തിൽ രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സൗത്ത് ഡൽഹിയിലെ മൈതാൻ ഘട്ടിയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സത്ബാരി ഘടക് ഗ്രാമത്തിലെ 155 നമ്പർ വീട്ടിലെ പ്രേം സിംഗ് 50, ഭാര്യ രജനി സിംഗ് 45, മകൻ ഋത്വിക് 24 എന്നിവരാണ് മരിച്ചത്. ഇവരുടെ ഇളയ മകൻ സിദ്ധാർത്ഥിനെ കാണാനില്ലെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ നിന്ന് ദുർഗന്ധം പരന്നതിനെ തുടർന്ന് പരിസരവാസികളാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് എത്തി വീട് തുറന്നപ്പോൾ രജനിയുടെ മൃതദേഹം വായ മൂടിക്കെട്ടിയ നിലയിൽ നിലത്ത് കിടന്നിരുന്നു. അകത്തെ മുറികളിൽ പ്രേം സിംഗും ഋത്വിക്കും ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. വീടിനുള്ളിൽ കവർച്ചയോ ബലപ്രയോഗങ്ങളോ നടന്നതിന്റെ ലക്ഷണമില്ലെന്ന് പോലീസ് പറഞ്ഞു. ഇതിനിടെയാണ് ഇവരുടെ ഇളയ മകൻ സിദ്ധാർത്ഥിനെ ദിവസങ്ങളായി കാണാനില്ലെന്ന് പരിസരവാസികൾ പറഞ്ഞത്.
അയാൾ മനോരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്നും സൂചനയുണ്ട്. കുടുംബത്തെ മുഴുവൻ താൻ വകവരുത്തിയെന്ന് ചിലരോട് പറഞ്ഞിട്ടാണ് സിദ്ധാർത്ഥ അപ്രത്യക്ഷനായതെന്ന് പോലീസ് പറഞ്ഞു. മറ്റൊരാൾക്കൊപ്പം പോവുകയാണെന്ന് മെസ്സേജ് അയച്ചതിന് ശേഷം കാണാതായ 30-കാരിയെ കൊല ചെയ്തതാണെന്ന് കണ്ടെത്തി. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെയും സുഹൃത്തുക്കളെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഭർത്താവിന്റെ നേതൃത്വത്തിൽ നടന്ന ദൃശ്യം മോഡൽ കൊലപാതകമാണ് അന്വേഷണത്തിൽ ചുരുളഴിഞ്ഞത്. CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. UPA സ്വദേശിയായ ഷബാദ് അലി എന്ന 47 വയസ്സുകാരനാണ് അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമയാണ് കൊല്ലപ്പെട്ടത്. ഡൽഹിയിലെ മെഹ്റൂളി മേഖലയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടോ എന്ന സംശയമാണ് പെയിന്റിംഗ് ജോലിക്കാരനായ ഷബാദ് അലിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. ഫാത്തിമയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ട ഷബാദ് അലി ഇവരെ കൊണ്ട് കളനാശിനി കുടിപ്പിക്കുകയും തുടർച്ചയായ 5 ദിവസം ഉറക്കഗുളികകൾ നൽകുകയും ചെയ്തു. ഫാത്തിമ മരിച്ചു എന്നുറപ്പിച്ച ഇയാൾ സുഹൃത്തുക്കളായ ഷാറുഖ് ഖാൻ, തെൻവീർ തുടങ്ങിയവരുടെ സഹായത്തോടെ മൃതദേഹം അടുത്തുള്ള ശ്മശാനത്തിൽ കുഴിച്ചുമൂടി. വസ്ത്രങ്ങൾ കനാലിൽ ഉപേക്ഷിച്ചു. സ്വദേശമായ UPയിലെ അമോഹയിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഇയാൾ ഫാത്തിമയുടെ ഫോണിൽ നിന്ന് സ്വന്തം ഫോണിലേക്ക് മെസ്സേജ് അയച്ചു. മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടുകയാണെന്ന് പറഞ്ഞായിരുന്നു സന്ദേശം. ഫാത്തിമ ഒളിച്ചോടി എന്നാണ് ഇയാൾ ബന്ധുക്കളോട് പറഞ്ഞത്. ഫാത്തിമയെ കാണാതായതോടെ ഡൽഹിയിലെ ഇവരുടെ ഒരു സുഹൃത്ത് പോലീസിൽ അറിയിച്ചു. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായി സംശയമുണ്ട് എന്നായിരുന്നു പരാതി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഫാത്തിമയെ ഭർത്താവ് ഷബാദ് അലിയും സുഹൃത്തുക്കളും ചേർന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. അബോധാവസ്ഥയിലായിരുന്നു ഫാത്തിമ. തുടർന്ന് ഷബാദ് അലിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. തുടക്കത്തിൽ ഷബാദ് അലി കുറ്റം നിഷേധിച്ചെങ്കിലും പിന്നീട് നടന്നതെല്ലാം വെളിപ്പെടുത്തി. ആഗസ്റ്റ് 1 ഫാത്തിമയെ ശ്മശാനത്തിൽ കുഴിച്ചുമൂടിയത്. ആഗസ്റ്റ് 15 പോലീസ് ഇവിടം കുഴിച്ച് മൃതദേഹം പുറത്തെടുത്തു. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ഷബാദ് അലിയുടെ 2 സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്തു. ഒരാൾ ഒളിവിലാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% തീരുവ ഭീഷണി നിലനിൽക്കുന്നതിനിടെ ഇന്ത്യയ്ക്ക് 5% കിഴിവിൽ എണ്ണ നൽകുമെന്ന് റഷ്യ. റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയ്ക്ക് 5% കിഴിവ് നൽകുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ വ്യാപാര പ്രതിനിധി എവ്ജേനി ഗ്രിവ പറഞ്ഞുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി മുൻപത്തേതുപോലെ നടക്കും. കിഴിവുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വാണിജ്യ രഹസ്യമാണ്. ബിസിനസ്സുകാർ തമ്മിലുള്ള വിഷയമാണിത്. കിഴിവ് ഏകദേശം 5% ഇതിൽ വ്യത്യാസം വരാം, എവ്ജേനി ഗ്രീവ പറഞ്ഞതായാണ് റിപ്പോർട്ട്. ബാഹ്യസമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടരും. തങ്ങൾക്കുറപ്പുണ്ടെന്നും ബന്ധത്തിൽ വിശ്വാസമുണ്ടെന്നും എവ്ജേനി ഗ്രീവ പറഞ്ഞു. മുൻ നഗരസഭാ അധ്യക്ഷൻ PJ വർഗീസിനെ അടക്കം 7 പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെയാണ് നഗരത്തെ ഞെട്ടിച്ച തെരുവുനായ ആക്രമണം നടന്നത്. കോട്ടയം KSRTC സ്റ്റാൻഡ് പരിസരം, ML റോഡ്, കോടിമത എന്നിവിടങ്ങളിലാണ് നായ്ക്കൾ ആക്രമണം നടത്തിയത്. PJ വർഗീസിനു പുറമെ റിട്ടർ ഫയർ ഓഫീസർ, കാണക്കാരി വലയിഞ്ചിയിൽ B വർഗീസ് 67, കുമാരനല്ലൂർ സ്വദേശി ഷംനാസ്, പത്തനാട് സ്വദേശി സാജൻ K ജേക്കബ് എന്നിവർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരു നായിയെ പിടികൂടിയെങ്കിലും പിന്നീട് ചത്തു. ഈ നായ്ക്ക് പേവിഷബാധയുണ്ടെന്നാണ് സംശയം. ജനപ്രതിനിധിയായ യുവനേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി പുതുമുഖ നടി റിനി ആൻ ജോർജ്. നേതാവിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതുപോലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നടി പറഞ്ഞു. നേതാവിന്റെ പേരോ രാഷ്ട്രീയ പാർട്ടിയോ എടുത്തുപറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഒരു പാർട്ടിയെയും തേജോവധം ചെയ്യാനല്ല തുറന്നു പറയുന്നതെന്നും അവർ വ്യക്തമാക്കി. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പല മാന്യദേഹങ്ങളുടെയും മനോഭാവം ഹൂ കെയേഴ്സ് എന്നായിരുന്നു. ഇത്തരമൊരു അനുഭവം ഉണ്ടായത് തുറന്നു പറഞ്ഞതിന് ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നേതാവിന്റെ പേര് പറയാത്തത് ആ പ്രസ്ഥാനത്തിലുള്ള പല നേതാക്കളുമായും സൗഹൃദമുണ്ട് എന്നതിനാലാണ്. അവരെ ആരെയും മോശക്കാരാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണമെന്നാലോചിക്കുമെന്ന് റിനി പറഞ്ഞു. സമൂഹമാധ്യമം വഴിയാണ് യുവനേതാവിനെ പരിചയപ്പെട്ടതെന്ന് നടി പറഞ്ഞു. എന്നാൽ കണ്ടിട്ടുപോലുമില്ലാത്ത തനിക്ക് അപ്പോൾ മുതൽ മോശപ്പെട്ട മെസ്സേജുകൾ അയച്ചത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയായിരുന്നു. അത്തരമൊരാളിൽ നിന്ന് ഇങ്ങനെയൊരു അനുഭവം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും റിനി പറഞ്ഞു. ഇങ്ങനെയാകരുത്, വളർന്നു വരുന്ന ഒരു യുവനേതാവാണ്, സമൂഹത്തിന് മാതൃകയാകേണ്ട ആളാണെന്ന് ഞാൻ തുടക്കത്തിന് ഉപദേശിച്ചിരുന്നു. അപ്പോഴും അയാൾ പറഞ്ഞത് വലിയ സ്ത്രീ പീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നടി വ്യക്തമാക്കി. ചാനൽ ചർച്ചകളിലും സമരമുഖങ്ങളിലൊക്കെ സ്ഥിരം കാണുന്നയാളാണ് നേതാവെന്നും അയാളുടെ പ്രസ്ഥാനത്തിന് ധാർമ്മികയുണ്ടെങ്കിൽ അയാളെപ്പോലുള്ള യുവനേതാക്കളെ നിയന്ത്രിക്കാൻ തയ്യാറാകണമെന്നും അവർ പറഞ്ഞു. 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം, വരണമെന്നാണ് യുവനേതാവ് പറഞ്ഞത്. അന്ന് രൂക്ഷമായി പ്രതികരിച്ചു. പിന്നെ കുറച്ചു നാളത്തേക്ക് കുഴപ്പമുണ്ടായില്ല. എന്നാൽ പിന്നെയും ആവർത്തിച്ചു. ഒട്ടേറെ പേർ പരാതിയുമായി വന്ന സാഹചര്യത്തിലാണ് ഇത്രയെങ്കിലും പറയുന്നത്, റിനി ആൻ ജോർജ് പറഞ്ഞു.
പാർട്ടി നേതൃത്വത്തോട് ഈ യുവനേതാവിനെക്കുറിച്ച് പറഞ്ഞു, ശരിയാക്കും, വിഷമിക്കേണ്ട എന്നാണ് മറുപടി കിട്ടിയതെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷമാണ് യുവനേതാവിന് സ്ഥാനമാനങ്ങൾ ലഭിച്ചതെന്നും അടി പറഞ്ഞു. എനിക്ക് അശ്ലീല സന്ദേശങ്ങൾ വന്നു, ഞാനതിനെ കാര്യമാക്കിയില്ല. എന്നാൽ സമീപകാലത്ത് ഈ വ്യക്തിയെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പല സ്ത്രീകളും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ ഒരു സ്ത്രീയും പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്, അവർ വ്യക്തമാക്കി. 3.5 വർഷം മുൻപാണ് യുവനേതാവിൽ നിന്ന് ആദ്യമായി അശ്ലീല സന്ദേശങ്ങൾ ലഭിച്ചതെന്നും അവർ വ്യക്തമാക്കി. അയാളിൽ നിന്ന് പീഡനമൊന്നും അനുഭവിച്ചിട്ടില്ല, എനിക്ക് കുറച്ച് സന്ദേശങ്ങൾ വന്നു, അത്രയുള്ളൂ. എന്നാൽ അയാൾ കാരണം പീഡനം അനുഭവിച്ച വ്യക്തികളുണ്ടെന്ന് സുഹൃത്തുക്കളിൽ നിന്നറിയാം. ഒരുപാട് പേർക്ക് ശല്യമായി മാറുന്ന ആ വ്യക്തിയെ പലവിധ സ്ഥാനമാനങ്ങളിൽ എത്തിക്കുന്നു. ഒരു വലിയ സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ടായി. ഞാനിതിനെക്കുറിച്ച് പറയും, പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയ എന്നാണ് മറുപടി പറഞ്ഞത്. ധാർമ്മികത വേണമെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിലൊന്നും ധാർമ്മികത കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് രാഷ്ട്രീയത്തിലുള്ള ഒരാൾ പറഞ്ഞത്. യുവനേതാവിനെക്കുറിച്ച് ഗുരുതര ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു. ഈ വ്യക്തിക്കെതിരെ പല പരാതികൾ വരുന്നുണ്ട്. ആ പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഭാര്യമാരെയും പെൺമക്കളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഇവരൊക്കെ ഏതു സ്ത്രീകളെയാണ് സംരക്ഷിക്കുന്നത്? അയാൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് അയാളുടെ സംഘടന തന്നെയാണ്. ഒരു വ്യക്തിക്ക് നന്നാകാനുള്ള അവസരം കൊടുക്കണമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇതേ മനോഭാവം തുടരുകയാണെങ്കിൽ തുടർ നടപടികൾ അപ്പോൾ ആലോചിക്കുമെന്നും അവർ വ്യക്തമാക്കി. യുവനേതാവിന്റെ പേര് വെളിപ്പെടുത്താത്തതിന് സംബന്ധിച്ച് പേര് മറിഞ്ഞ് മുന്നോട്ട് പോയാലും തന്റെ പേര് അപകടത്തിലാക്കാമെന്നതല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന് റിനി പറഞ്ഞു. തിരുവനന്തപുരം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നിരക്കെ സംസ്ഥാനത്ത് ഡൽഹി മോഡൽ കർഷക സമരം സംഘടിപ്പിക്കാനൊരുങ്ങി BJP. മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ വിവിധ കർഷക സംഘടനകളെ അണിനിരത്തി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. ഇതിനു മുന്നോടിയായി പാലക്കാട് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള സംയുക്ത കർഷകവേദി രൂപീകരിച്ചു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഉടൻ കേരളം സന്ദർശിച്ച് കർഷകരിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. കൃഷി വളരണം, കർഷകന് ജീവിക്കണമെന്ന മുദ്രാവാക്യവുമായി 29-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കർഷക ധർണ നടത്താനും പാലക്കാട് നടന്ന നെൽകർഷക സമര പ്രഖ്യാപന കൺവെൻഷൻ തീരുമാനിച്ചു. രക്ഷാധികാരി കുമ്മനം രാജശേഖരൻ പറഞ്ഞു, തിരുവോണത്തിനകം കർഷകരുടെ പണം കൊടുത്തു തീർക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷക ധർണ എന്നും അദ്ദേഹം പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% തീരുവ ഭീഷണി നിലനിൽക്കുന്നതിനിടെ ഇന്ത്യയ്ക്ക് 5% കിഴിവിൽ എണ്ണ നൽകുമെന്ന് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയ്ക്ക് 5% കിഴിവ് നൽകുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ വ്യാപാര പ്രതിനിധി എവ്ജനി ഗ്രിവ പറഞ്ഞുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി മുൻപത്തേതുപോലെ നടക്കും. കിഴിവുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വാണിജ്യ രഹസ്യമാണ്. ബിസിനസ്സുകാർ തമ്മിലുള്ള വിഷയമാണത്. കിഴിവ് ഏകദേശം 5% ഇതിൽ വ്യത്യാസം വരാം, എവ്ജനി ഗ്രിവ പറഞ്ഞതായാണ് റിപ്പോർട്ട്. ബാഹ്യസമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടരും. തങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും ബന്ധത്തിൽ വിശ്വാസമുണ്ടെന്നും എവ്ജനി ഗ്രിവ പറഞ്ഞു. മുൻ നഗരസഭാധ്യക്ഷൻ PJ വർഗീസിനെ അടക്കം 7 പേർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെയാണ് നഗരത്തെ ഞെട്ടിച്ച തെരുവുനായ ആക്രമണം നടന്നത്. കോട്ടയം KSRTC സ്റ്റാൻഡ് പരിസരം, ML റോഡ്, കോടിമത എന്നിവിടങ്ങളിലാണ് നായ്ക്കൾ ആക്രമണം നടത്തിയത്. PJ വർഗീസിനു പുറമെ റിട്ടയർ ഫയർ ഓഫീസർ കാണക്കാരി വലയിഞ്ചിയിൽ B വർഗീസ് 67-ഉം കുമാരനല്ലൂർ സ്വദേശി ഷംനാസും പത്തനാട് സ്വദേശി സാജൻ K ജേക്കബ് എന്നിവർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരു നായയെ പിടികൂടിയെങ്കിലും പിന്നീട് ചത്തു. ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടെന്നാണ് സംശയം. ജനപ്രതിനിധിയായ യുവനേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി പുതുമുഖ നടി റിനി ആൻ ജോർജ് പ്രതികരിച്ചു. നേതാവിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതുപോലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നടി പറഞ്ഞു. നേതാവിന്റെ പേരോ രാഷ്ട്രീയ പാർട്ടിയോ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഒരു പാർട്ടിയെയും തേജോവധം ചെയ്യാനല്ല തുറന്നു പറയുന്നതെന്നും അവർ വ്യക്തമാക്കി. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പല മാന്യദേഹങ്ങളുടെയും മനോഭാവം ഹൂ കെയേഴ്സ് എന്നായിരുന്നു. ഇത്തരമൊരു അനുഭവം ഉണ്ടായത് തുറന്നു പറഞ്ഞതിനു ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നേതാവിന്റെ പേര് പറയാത്തത് ആ പ്രസ്ഥാനത്തിലുള്ള പല നേതാക്കളുമായും സൗഹൃദമുണ്ട് എന്നതിനാലാണ്. അവരെ ആരെയും മോശക്കാരാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ എന്തു ചെയ്യണമെന്ന് ആലോചിക്കും, റിനി ആൻ ജോർജ് പറഞ്ഞു. സമൂഹമാധ്യമം വഴിയാണ് യുവനേതാവിനെ പരിചയപ്പെട്ടതെന്ന് നടി പറഞ്ഞു. എന്നാൽ കണ്ടിട്ട് പോലുമില്ലാത്ത തനിക്ക് അപ്പോൾ മുതൽ മോശപ്പെട്ട മെസ്സേജുകൾ അയച്ചത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയായിരുന്നു. എന്നാൽ അത്തരമൊരാളിൽ നിന്ന് ഇങ്ങനെയൊരു അനുഭവം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും റിനി പറഞ്ഞു. ഇങ്ങനെയാകരുത്, വളർന്നുവരുന്ന യുവനേതാവാണ്, സമൂഹത്തിന് മാതൃകയാകേണ്ട ആളാണ് എന്ന് ഞാൻ തുടക്കത്തിലേ ഉപദേശിച്ചിരുന്നു. അപ്പോഴും അയാൾ പറഞ്ഞത് വലിയ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നടി വ്യക്തമാക്കി. ചാനൽ ചർച്ചകളിലും സമരമുഖങ്ങളിലൊക്കെ സ്ഥിരം കാണുന്ന ആളാണ് നേതാവെന്നും
അയാളുടെ പ്രസ്ഥാനത്തിന് ധാർമ്മികമുണ്ടെങ്കിൽ അയാളെപ്പോലുള്ള യുവനേതാക്കളെ നിയന്ത്രിക്കാൻ തയ്യാറാകണമെന്നും അവർ പറഞ്ഞു. 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം, വരണം എന്നാണ് യുവനേതാവ് പറഞ്ഞത്. അന്ന് രൂക്ഷമായി പ്രതികരിച്ചു. പിന്നെ കുറച്ചു നാളത്തേക്ക് കുഴപ്പമുണ്ടായില്ല. എന്നാൽ പിന്നെയും ആവർത്തിച്ചു. ഒട്ടേറെ പേർ പരാതിയുമായി വന്ന സാഹചര്യത്തിലാണ് ഇത്രയെങ്കിലും ഒക്കെ പറയുന്നത് എന്നവർ പറഞ്ഞു. പാർട്ടി നേതൃത്വത്തോട് ഈ യുവനേതാവിനെക്കുറിച്ച് പറഞ്ഞു. ചരിക്കും വിഷമിക്കേണ്ട എന്നാണ് കിട്ടിയ മറുപടി എന്നവർ വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷമാണ് യുവനേതാവിന് സ്ഥാനമാനങ്ങൾ ലഭിച്ചത്. എനിക്ക് അശ്ലീല സന്ദേശങ്ങൾ വന്നു, ഞാൻ അതിനെ കാര്യമാക്കിയില്ല. എന്നാൽ സമീപകാലത്ത് ഈ വ്യക്തിയെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പല സ്ത്രീകളും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ ഒരു സ്ത്രീയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത് എന്നവർ വ്യക്തമാക്കി. 3.5 വർഷം മുൻപാണ് യുവനേതാവിൽ നിന്ന് ആദ്യമായി അശ്ലീല സന്ദേശങ്ങൾ ലഭിച്ചത് എന്നും അവർ വ്യക്തമാക്കി. അയാളിൽ നിന്ന് പീഡനമൊന്നും അനുഭവിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് സന്ദേശങ്ങൾ വന്നു, അത്രയുള്ളൂ. എന്നാൽ അയാൾ കാരണം പീഡനം അനുഭവിച്ച വ്യക്തികളുണ്ടെന്ന് സുഹൃത്തുക്കളിൽ നിന്നും അറിയാം. ഒരുപാട് പേർക്ക് ശല്യമായി മാറുന്ന ആ വ്യക്തിയെ പലവിധ സ്ഥാനമാനങ്ങളിൽ എത്തിക്കുന്നു. വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുമുണ്ടായി. ഞാൻ ഇതിനെക്കുറിച്ച് പറയും, പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്നാണ് മറുപടി പറഞ്ഞത്. ധാർമ്മികത വേണമെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിലൊന്നും ധാർമ്മികത കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് രാഷ്ട്രീയത്തിലുള്ള ഒരാൾ പറഞ്ഞത്. യുവനേതാവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു. ഈ വ്യക്തിക്കെതിരെ പല പരാതികൾ വരുന്നുണ്ട്. ആ പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ടും ഭാര്യമാരെയും പെൺമക്കളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഇവരൊക്കെ ഏത് സ്ത്രീകളെയാണ് സംരക്ഷിക്കുന്നത്? അയാൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് അയാളുടെ സംഘടന തന്നെയാണ്. ഒരു വ്യക്തിക്ക് നന്നാകാനുള്ള അവസരം കൊടുക്കണമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇതേ മനോഭാവം തുടരുകയാണെങ്കിൽ തുടർ നടപടികൾ അപ്പോൾ ആലോചിക്കുമെന്നും അവർ വ്യക്തമാക്കി. യുവനേതാവിന്റെ പേര് വെളിപ്പെടുത്താത്തത് സംബന്ധിച്ച് പേര് പറഞ്ഞ് മുന്നോട്ടു പോയാലും തന്റെ പേര് അപകടത്തിലാക്കാമെന്നതല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന് റിനി പറഞ്ഞു. തിരുവനന്തപുരം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ഥാനത്ത് ഡൽഹി മോഡർ കർഷക സമരം സംഘടിപ്പിക്കാൻ BJP ഒരുങ്ങുന്നു. മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ വിവിധ കർഷക സംഘടനകളെ അണിനിരത്തി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. ഇതിനു മുന്നോടിയായി പാലക്കാട് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള സംയുക്ത കർഷക വേദി രൂപീകരിച്ചു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉടൻ കേരളം സന്ദർശിച്ച് കർഷകരിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ചോദിച്ചറിയാനാണ് നടപടി. കൃഷി വളരണം, കർഷകന് ജീവിക്കണമെന്ന മുദ്രാവാക്യവുമായി 29-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കർഷക ധർണ നടത്താനും പാലക്കാട് നടന്ന നെൽകർഷക സമരപ്രഖ്യാപന കൺവെൻഷൻ തീരുമാനിച്ചതായി രക്ഷാധികാരി കുമ്മനം രാജശേഖരൻ പറഞ്ഞു. തിരുവോണത്തിനകം കർഷകരുടെ പണം കൊടുത്തു തീർക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷക ധർണയെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രം നൽകിയ പണം കേരള സർക്കാരിന്റെ കയ്യിലുണ്ടായിട്ടും അത് നൽകാത്തത് കർഷകരോടുള്ള ചൂഷണമാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രമുഖ യുവനേതാവ് ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചുവെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ വെല്ലുവിളിച്ചുവെന്നും നടി റിനി ആൻ ജോർജ് വെളിപ്പെടുത്തി. താൻ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയെന്ന് പരിഹാസത്തോടെയാണ് അയാൾ പ്രതികരിച്ചതെന്നും റിനി വ്യക്തമാക്കി. നേതാവിന്റെ പേരോ രാഷ്ട്രീയ പാർട്ടിയോ വെളിപ്പെടുത്താൻ റിനി തയ്യാറായില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുന്നത് കാണുമ്പോൾ ദുഃഖമുണ്ടെന്ന് അവർ പറഞ്ഞു. ഇത്തരക്കാരെ ഇനിയും നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരരുത് എന്ന് റിനി ആവശ്യപ്പെട്ടു. റിനി ആൻ ജോർജും യുവനേതാവും തമ്മിലുള്ള പരിചയം സോഷ്യൽ മീഡിയ വഴിയാണ് തുടങ്ങിയത്. ആദ്യഘട്ടം മുതൽ തന്നെ മോശം സന്ദേശങ്ങൾ അയച്ചിരുന്നുവെന്നും അത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടും അയാൾ തുടർന്നുവെന്നും റിനി പറയുന്നു. ഏകദേശം 3.5 വർഷം മുൻപാണ് ഈ സംഭവം നടന്നത്. സന്ദേശങ്ങൾ അയച്ച സമയത്ത് അയാൾ ജനപ്രതിനിധി ആയിരുന്നില്ല. പിന്നീട് മാത്രമാണ് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയത്. അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതിനു പുറമെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് തന്നെ ക്ഷണിച്ചതായും റിനി ആരോപിച്ചു. തനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇതുവരെ ഔദ്യോഗികമായി പരാതി നൽകാത്തതെന്നും എന്നാൽ ഇയാളെക്കുറിച്ച് പരാതിയുള്ള മറ്റുള്ളവർ നിയമപരമായി മുന്നോട്ടു പോകണമെന്നും റിനി പറഞ്ഞു. റിനി ഈ വിഷയം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അയാൾക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയാണ് ചെയ്തത് എന്നും വ്യക്തമാക്കി. അതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്തിയാലും നീതി ലഭിക്കില്ലെന്ന് തനിക്ക് ഉറപ്പുള്ളതെന്നും അവർ പറയുന്നു. പ്രമാദമായ പീഡന കേസുകളിൽ ഉൾപ്പെട്ട നേതാക്കൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഈ യുവനേതാവ് തന്നോട് ചോദിച്ചത് ഇയാൾക്ക് ലഭിക്കുന്ന സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സഹായധന സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾക്ക് 4 കിലോഗ്രാം അരി വീതം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള 24,77,327 കുട്ടികൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക. അരി വിതരണം ചെയ്യുന്നതിനായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സ്റ്റോക്ക് സർക്കാർ അനുവദിച്ചു. അരി നേരിട്ട് സ്കൂളുകളിൽ എത്തിക്കുന്നതിനുള്ള ചുമതല സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതിനായി നിലവിലെ കടത്തുകൂലിക്ക് പുറമെ കിലോഗ്രാമിന് 50 പൈസ അധികമായി നൽകും.
ജില്ലകളിൽ സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ സമീപ ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്ന് അരിയെത്തിച്ച് വിതരണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന അധിക ചെലവ് നിലവിലെ കടത്തുകൂലി നിരക്കിനുള്ളിൽ തന്നെ നിയന്ത്രിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാർക്ക് 1 മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുന്ന വിവാദ ബിൽ ലോക്സഭയിലെ പ്രതിപക്ഷ ബഹളത്തിനൊടുവിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നിർത്തിവെച്ച സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിഷേധം തുടർന്നതോടെ വൈകിട്ട് 5 മണിവരെ നിർത്തിവെച്ചു. ബിൽ കീറിയെറിഞ്ഞായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. 3 മണിക്ക് ശേഷവും ബഹളം തുടർന്നു. മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതും ബിൽ പാർലമെന്റ് സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടതും സഭ വൈകിട്ട് 5 മണിവരെ നിർത്തിവെക്കുകയാണെന്നറിയിച്ച സ്പീക്കർ പ്രതിപക്ഷം സഭയിൽ മാന്യത പുലർത്തണമെന്നും വിമർശിച്ചു. വിവാദ ബില്ലിനെ പ്രതിപക്ഷം ചോദ്യശരങ്ങൾ കൊണ്ട് മൂടി. അമിത്ഷാ മുൻപ് അറസ്റ്റിലായിട്ടുണ്ട്, രാജിവെക്കുമോ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. കേസെടുത്തപ്പോൾ രാജിവെച്ചുവെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. തന്നെ കുറ്റവിമുക്തനാക്കുന്നതുവരെ ഒരു പദവിയും ഏറ്റെടുത്തില്ലെന്നും അമിത്ഷാ മറുപടി പറഞ്ഞു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് തന്ത്രമാണ് ബില്ലെന്ന പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു. നാളെ നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഏതു തരത്തിലുള്ള കേസും ചുമത്താം, ശിക്ഷിക്കപ്പെടാതെ 30 ദിവസത്തേക്ക് ജയിലിലിടാം, അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പുറത്താക്കാം. ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും നിർഭാഗ്യകരവുമാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പ്രധാനമന്ത്രിയെ ആര് അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു അസദ്ദീൻ ഉവൈസിയുടെ ചോദ്യം. രാജ്യത്ത് പോലീസ് രാജ് നടപ്പിലാക്കാനാണ് BJP ആഗ്രഹിക്കുന്നത്. അധികാരം ശാശ്വതമല്ലെന്ന BJP മറക്കുകയാണെന്നും ഉവൈസി പറഞ്ഞു. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ പാസാക്കി ലോക്സഭ. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ബിൽ പാസാക്കിയത്. ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിരോധിക്കുന്നതിനും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും അത്തരം ഗെയിമുകൾക്ക് ഫണ്ട് കൈമാറുന്നതിൽ നിന്നും തടയുന്നതുമാണ് നിയമം. ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള ചൂതാട്ടത്തിന് പിഴകൾ ഏർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല എന്നടക്കമുള്ള നിബന്ധനകൾ മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ്. പഴയ ഉത്തരവിൽ ഭേദഗതി വരുത്തി പുതിയ സർക്കുലർ പുറമിറങ്ങി. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഭേദഗതി. വരുണൻ സൂര്യൻ തമ്മിൽ പ്രളയകാലം സൃഷ്ടിക്കുന്ന വീഡിയോ, ശരത് കുമാർ മൈനസ് ശ്രീദേവി മൈനസ് പ്രണയം, ഇവരുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട പുതിയ വിവാദമാണ് പുറത്തുവന്നത്. ഐരൺ മെയ്ഡൻ ആദ്യമായി കൈറ്റെട്ടിയതായ അവസാന എൻട്രി വസ്ചത് പാട്ട് ഇടണമെന്നാണ് ലിപികളുടെ ആഗ്രഹം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വരുൺ നേതാവിലേക്ക് എൻട്രി പാസാക്കുന്നതിന്റെ കെയറിന് വേണ്ടിയാണെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനം. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈസൻസ് എടുക്കാൻ ഹാൻഡിലിൽ ഗിയറുള്ള വാഹനം പാടില്ല എന്ന നിബന്ധനയിലും ഒഴിവാക്കി. ലൈഫ് പദ്ധതി പ്രകാരം നിലവിൽ നിർമ്മാണ പുരോഗതിയിലുള്ള 1,27,601 വീടുകൾക്ക് വായ്പ വിഹിതം ലഭ്യമാക്കുന്നതിന് 1,100 കോടി രൂപയും ലൈഫ് ലിസ്റ്റിൽ പട്ടികജാതി പട്ടികവർഗ ഗുണഭോക്താക്കൾ കൂടുതലായി ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണ ധനസഹായം അവധിക്കുന്നതിന് 400 കോടി രൂപയും ഉൾപ്പെടെ ആകെ 1,500 കോടി രൂപ സർക്കാർ ഗ്യാരണ്ടിയോടെ ഹഡ്കോയിൽ നിന്നും KURDFC മുഖേന വായ്പയെടുക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി. 2025-26 750 കോടിയും 2026 750 കോടിയും എന്ന രീതിയിലാണിത്. വായ്പയുടെ മുതൽ തിരിച്ചടവ് 15 വർഷം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടിൽ നിന്നും കുറവ് ചെയ്ത് KURDFC മുഖേന ഹഡ്കോയ്ക്ക് നൽകും. വായ്പയുടെ പലിശ സർക്കാർ ഓരോ വർഷവും ബജറ്റ് വിഹിതത്തിൽ നിന്നും ഒടുക്കും. പട്ടികവർഗ്ഗക്കാർക്ക് ഓണസമ്മാനം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാരൊഴികെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ 52,864 പട്ടികവർഗ്ഗക്കാർക്ക് 1,000 രൂപ വീതം 2025 ഓണസമ്മാനമായി നൽകും. ഈ ഇനത്തിലുള്ള ചെലവിനായി 5,28,400 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ബോണസ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2024-25 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. വ്യവസായ ആസൂത്രണ സാമ്പത്തിക കാര്യവകുപ്പിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലായി ആരംഭിച്ച പുതിയ 5 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കും. ഈ ജില്ലകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകൾ ഓരോന്ന് വീതം സൃഷ്ടിക്കും. തിരുവനന്തപുരം നഴ്സിംഗ് കോളേജ് അനക്സിൽ 2 അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളും 1 അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയും സൃഷ്ടിക്കും. ആകെ 7 അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളും 6 അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകളുമാണ് സൃഷ്ടിക്കുക. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പുതുതായി ആരംഭിച്ച 9 KSBCFL വെയർഹൌസുകളിൽ മേൽനോട്ടത്തിനായി 3 എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ, 3 പ്രിവന്റീവ് ഓഫീസർ, 3 സിവിൽ എക്സൈസ് ഓഫീസർ എന്നീ 3 തസ്തികകളും 1 വർഷത്തേക്ക് സൃഷ്ടിക്കും. കാസർഗോഡ് പെർഡാല നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ഫിസിക്സ്, HSST കെമിസ്ട്രി, HSST മാത്തമാറ്റിക്സ് എന്നിവയിൽ ഓരോ ജൂനിയർ തസ്തിക വീതം സൃഷ്ടിക്കും. HSST ബോട്ടണി, HSST സുവോളജി എന്നീ ജൂനിയർ തസ്തികകൾ HSST ആയി അപ്ഗ്രേഡ് ചെയ്യും.
സിപാറ്റിന്റെ മാനേജിംഗ് ഡയറക്ടറായി വിരമിച്ച IHRD അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി സുരേഷ് കുമാറിന് പുനർനിയമനം നൽകും. സെക്രട്ടേറിയറ്റിലും വകുപ്പ് അധ്യക്ഷന്മാരുടെ കാര്യാലയങ്ങളിലും 31/5/2025 വരെ കുടിശ്ശേരിയുള്ള ഫയലുകൾ തീർപ്പാക്കുന്നതിന് 2025 ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടത്തുന്ന ഫയൽ അദാലത്തിന്റെ പുരോഗതി മന്ത്രിസഭായോഗം വിലയിരുത്തി. ഫയൽ തീർപ്പാക്കലിൽ മുൻപ് തീരുമാനിച്ച പ്രകാരം പുരോഗതി കൈവരിക്കാത്ത വകുപ്പുകളിൽ ഊർജിതമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി യോഗം വിളിച്ചു ചേർക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുന്നതിന് വിവിധ വകുപ്പുകൾ സമർപ്പിച്ച പദ്ധതികൾ അംഗീകരിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ പത്തനംതിട്ട ജില്ലയിലെ 3 റോഡുകൾ, കൊല്ലം ജില്ലയിലെ 9 റോഡുകൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇടുക്കി വട്ടവട പഞ്ചായത്തിലെ 3 റോഡുകൾ എന്നീ പ്രവൃത്തികളാണ് അംഗീകരിച്ചത്. കുറ്റ്യാട്ടിൽ യുവതിയെയും ആൺസുഹൃത്തിനെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. ഉരുവച്ചാൽ സ്വദേശി പ്രവീണ, കുട്ടാവ സ്വദേശി ജിജേഷ് എന്നിവരെയാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ നില ഗുരുതരമാണ്. ഇരുവരെയും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്ന് ഉച്ചയ്ക്ക് 2-നാണ് സംഭവം. യുവതിയുടെ വീട്ടിനകത്താണ് ഇരുവരെയും കണ്ടെത്തിയത്. പുക ഉയരുന്നത് കണ്ട് സമീപവാസികൾ നോക്കിയപ്പോഴാണ് വീട്ടിൽ ഇരുവരെയും കണ്ടെത്തുന്നത്. യുവതിയുടെ പിതാവും മാതാവും 2 കുട്ടികളും ഒരുമിച്ചാണ് താമസമെങ്കിലും സംഭവം നടക്കുമ്പോൾ ഇവർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ജിജേഷ് വീട്ടിലേക്കെത്തി പ്രവീണയെ തീകൊളുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. പ്രവീണയുടെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ജിജേഷും പ്രവീണയും തമ്മിൽ ഏറെ നാളത്തെ സൗഹൃദമുണ്ടെന്ന് പോലീസ് പറയുന്നു.